अस्सलाम वालेकुम रहमतुल्लाह. പരിന്തോം കി ദുനിയ അതിൽ തന്നെ എടുക്കാനുള്ള ഭാഗം നോക്കിയോ. ഇനി അടുത്തത് നമ്മൾ കോഴികളെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇനി പക്ഷികളുടെ കൂട്ടത്തിൽ അടുത്തത് പറയുന്നത് ചക്കൂറിനെ കുറിച്ചാണ്. എന്താണ് ചക്കൂർ? ഒരുതരം പക്ഷിയാണ്, നല്ല സ്വരമാധുര്യമുള്ള ഒരുതരം പക്ഷിയാണ്. അപ്പോൾ ചക്കൂർ ഒരുതരം പക്ഷി എന്ന് എഴുതിയാൽ മതി. ചക്കൂർ चक्कूर एक खूबसूरत और सुरीली आवाज़ वाला परिंदा है जो नेपाल, पंजाब और अफ़गानिस्तानों के पहाड़ी जंगलों में पाया जाता है. उसके बारे में ये मशहूर है कि ये चांद का इतना आशिक होता है कि टिकटिकी बांधे चांद को ही देखता रहता है. चक्कूर एक खूबसूरत और सुरीली आवाज़ वाला परिंदा है. ചക്കൂർ എന്ന പക്ഷി एक खूबसूरत ഒരു നല്ല ഭംഗിയുള്ളതും, ഖൂബ്സൂറത്ത് പറഞ്ഞാൽ ഭംഗിയുള്ള, ഖൂബ്സൂറത്ത് और സുരേലി ആവാസ് ഭംഗിയുള്ളതും, സുരേലി ആവാസ് മധുരിതമായ ശബ്ദമുള്ളതും, സുരേലി ആവാസ് എന്നെങ്കിൽ സുരേലി ആവാസ് മധുരമായ ശബ്ദം, സുരേലി ആവാസ് വാല മധുരമായ ശബ്ദമുള്ളതുമായ പരിന്താഹെ പക്ഷിയാകുന്നു. ആവാസ് വാല ശബ്ദമുള്ള, സുരേലി മധുരമുള്ള. ജോ എങ്ങനെയുള്ള പക്ഷിയാണ്? നേപ്പാൾ, പഞ്ചാബ് ഔർ അഫ്ഗാനിസ്ഥാനോം കെ പഹാടി ജംഗ്ലോമേം അഫ്ഗാനിസ്ഥാനിൻ്റെ പർവ്വത വനങ്ങളിൽ പായാ ജാത്ത ഹെ ലഭിക്കപ്പെടുന്നു, കാണപ്പെടുന്നു. പാന ലഭിക്കുക, പായാ ജാത്ത ഹെ എന്നെങ്കിൽ ലഭിക്കപ്പെടുന്നു, കാണപ്പെടുന്നു എന്ന് ഉദ്ദേശം. പഹാഡ് പർവ്വതം, പഹാടി പർവ്വതം പർവ്വത, പഹാഡി എന്ന് പറഞ്ഞാൽ പർവ്വത, പഹാഡ് പർവ്വതം. പഹാടി ജംഗ്ലോമേം പർവ്വത വനങ്ങളിൽ पाया जाता है കാണപ്പെടുന്നു. उसके बारे में ये मशहूर है कि ये चांद का इतना आशिक होता है कि टिकटिकी बांधे चांद को ही देखता रहता है. उसके बारे में ഈ ചക്കൂർ പക്ഷിയെക്കുറിച്ച് ये मशहूर है ഇത് പ്രശസ്തമാണ്. കെ എന്തെന്നാൽ ये चांद का इतना आशिक होता है ഇത് ചന്ദ്രനെ ഇത്രമാത്രം സ്നേഹിക്കുന്ന പക്ഷിയാകുന്നു. ആഷിക്ക് സ്നേഹിക്കുന്നവൻ. അപ്പോൾ ചന്ദ്രൻ്റെ ഇത്രമാത്രം കാമുകനാണ് ആഷിക്ക്, കാമുകൻ, സ്നേഹിക്കുന്നവൻ. കെ എത്രത്തോളം എന്നാൽ ടിക് ടിക്കി ബാന്തേ ചാന്ദ് കോ ഹി ദേഖ്താ രഹ്താ ഹെ. എഴുതിക്കോ ടിക് ടിക്കി ബാന്ത് കർ ദേഖ്ന, ഒന്നിച്ചെഴുതണം. ടിക് ടിക്കി ബാന്ത് കർ ദേഖ്ന, ടിക് ടിക്കി ബാന്ത് കർ, ബാന്തിൻ്റെ അവിടെ ദാഗൻ്റെ ഹാണ്ട്, ബാന്ത് കർ ദേഖ്ന എന്ന് പറഞ്ഞാൽ ഇമ വെട്ടാതെ നോക്കുക, കണ്ണടക്കാതെ നോക്കിയിരിക്കുക. അപ്പോൾ ചന്ദ്രൻ എപ്പോഴും ഇത് നോക്കിക്കൊണ്ടിരിക്കുന്ന പക്ഷിയാണ്. അപ്പോൾ ഇതിന് അതുകൊണ്ട് തന്നെ ചന്ദ്രൻ്റെ കാമുകൻ എന്നൊക്കെ അറിയപ്പെടാറുണ്ട്. ആരെ? ഈ ചക്കൂർ പക്ഷിയെ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെയുള്ള പക്ഷിയല്ല, അതുകൊണ്ടാണ് ഒരുതരം പക്ഷി എന്ന് പറഞ്ഞത്, പർവ്വത വനങ്ങളിലൊക്കെ കാണപ്പെടുന്ന പക്ഷി. ഓക്കെ, ഇതില്ല ടിക് 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 ടിക്കി ബാന്ത് കർ ദേഖ്ന, ഇമ വെട്ടാതെ നോക്കുക. അടുത്തത് बगला, सार्स और हंस लगभग एक ही तरह के परिंदे हैं, लेकिन उनकी आदतें अलग अलग है. बगले की टांगें, चोंच और गर्दन लंबी होती है, लेकिन दुम छोटी होती है. बगला भगत नाम से कहावत भी बन गई है. ओके, ബഗ്ല, സാർസ് ഔർ ഹസ്, അത് മൂന്ന് തരം എന്താണ്, മറ്റേ കൊച്ചയാണ്, കൊക്ക് എല്ലാം കൊക്ക് തന്നെയാണ്, പക്ഷെ മൂന്ന് വേറെ വേറെ ചെറിയ വ്യത്യാസമുണ്ട്. ബഗ്ല, സാർസ് ഔർ ഹസ്, ബഗ്ല അതേപോലെ സാർസ് ഔർ ഹസ്, മൂന്നിനും കൊക്ക് എന്ന് അർത്ഥം ചെയ്താൽ മതി. ബഗ്ല, സാർസ്, ഹസ് മൂന്നും കൊക്കാണ്, കൊക്ക്. ഓക്കെ, കൊച്ചെന്നറിയില്ലേ? ഓക്കെ, ബഗ്ല, സാർസ് ഔർ ഹസ് ഈ മൂന്ന് തരം കൊച്ചയും ലഗ്ബഗ് ഏക് ഹി ത്വരഹ്കെ പരിന്ദേ ഹൈ. ലഗ്ബഗ് അല്ലെങ്കിൽ ഏകദേശം, ലഗ്ബഗ് ഏകദേശം, ലഗ്ബഗ് ഇതൊന്ന് ശ്രദ്ധിക്കണം. ബാഗിൻ്റെ ഹാൻഡ്, ലഗ്ബഗ് ഏകദേശം, ഓൾമോസ്റ്റ് ഏറെക്കുറെ, ലഗ്ബഗ് ഏകദേശം, ഏക് ഹി ത്വരഹ്കെ ഒരേ രീതിയിലുള്ള പരിന്ദേ ഹൈ പക്ഷികളാകുന്നു. ലേക്കിൻ പക്ഷേ ഉൻകി ആദത്തേം അലഗ് അലഗ് ഹേ, ഉൻകി ആദത്തിൻ്റെ ജമ്മാണ് ആദത്തേം, ഉൻകി ആദത്തേം അവയുടെ സ്വഭാവങ്ങൾ അലഗ് അലഗ് ഹെ വ്യത്യസ്തമാകുന്നു. ആദത്തറിനെങ്കിൽ സ്വഭാവം. ബഗ്ലയ്ക്ക് ടാങ്കേം ഈ ബഗ്ല പക്ഷിയുടെ, ബഗ്ല കൊക്കിൻ്റെ ടാങ്കേം അതിൻ്റെ കാലുകൾ, കാല്, ടാങ്കേം അതിൻ്റെ ജമ്മാണ്, ടാങ്ക് കാല്, ചൂഞ്ച് പറഞ്ഞെങ്കിൽ ചുണ്ട്, ഔർ ഗർദൻ പറഞ്ഞെങ്കിൽ പെരടി അല്ലേ, ലംബി ഹോത്തി ഹെ ഇതൊക്കെ നീളമുള്ളതാകുന്നു, ലംബി നീളമുള്ളത്.
ലേക്കിൻ ദും ചോട്ടി ഹോത്തി ഹെ, പക്ഷെ അതിൻ്റെ വാലെന്താണ്? ചോട്ടി ഹോത്തി ഹെ, വളരെ ചെറുതാകുന്നു. ചോട്ടി ഹോത്തി ഹെ, വളരെ ചെറുതാകുന്നു. ബഗ്ല ഭഗത് നാം സെ കഹാവത്ത് ബി ബൻ ഗയി ഹെ. ബഗ്ല ഭഗത്, ബഗ്ല ഭഗത് എന്ന പേരിൽ കഹാവത്ത് ബി ബൻ ഗയി ഹെ, എന്ത് ചൊല്ല് വരെയുണ്ട്. പ്രോവർബില്ലേ, പ്രോവർബ് എന്ത് ചൊല്ല്, പഴഞ്ചൊല്ല്, പഴഞ്ചൊല്ല്. കഹാവത്ത് പഴഞ്ചൊല്ല്, കഹാവത്ത് പഴഞ്ചൊല്ല്, ചൊല്ല് അല്ലെങ്കിൽ പഴഞ്ചൊല്ല്, പഴഞ്ചൊല്ല്. ബഗ്ല ഭഗത്ത് എന്ന് പറയലുണ്ട്. ബഗ്ല എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ പറഞ്ഞ ഈ നീളമുള്ള ഈ കൊച്ചക്കാണ് പറയുന്നത് ബഗ്ലാന്ന്. ചിലപ്പോൾ ചില ആളുകളെ നമ്മൾ എന്താവും ബഗ്ല ഭഗത്ത് എന്ന് പറയലുണ്ട്. ആളുകളെ തന്നെ ബഗ്ല ഭഗത്ത് എന്ന് പറയലുണ്ട്. ആ പറയാനുള്ള കാരണം പറയുന്നത് എന്ത് നോക്കാം. കഹാവത്തിനെ ചൊല്ല്. ക്യോങ്കെ എന്തുകൊണ്ടെന്നാൽ ये ज़ाहिरी तौर पर सीधा साधा दिखाई देता है लेकिन असल में ये मछली की ताक में खड़ा रहता है. ക്യോങ്കെ എന്തുകൊണ്ടെന്നാൽ ഈ സാധാരണ ഒരു നല്ല പുറത്ത് നല്ല ആളായിട്ട് മാന്യനായി നടിക്കുകയും ഉള്ളിൽ ഒരുപാട് വഞ്ചനകളും കുതന്ത്രങ്ങളും ഉള്ള ആളുകളെയാണ് ബഗ്ല ഭഗത്ത് എന്ന് പറയൽ. അപ്പോൾ ആ ഒരു സ്വഭാവം ഈ പക്ഷിക്ക് ഉണ്ട്. അതുകൊണ്ടാണ് ആളുകൾ അങ്ങനെ പറയാൻ കാരണം. ക്യോങ്കെ എന്തുകൊണ്ടെന്നാൽ ज़ाहिरी तौर पर ഇത് പ്രത്യക്ഷത്തിൽ പുറത്ത് കാണുന്ന സ്ഥിതിയിൽ അതിനെയാണ് പ്രത്യക്ഷത്തിൽ എന്ന് പറയൽ. ज़ाहिरी तौर पर ഇത് പ്രത്യക്ഷത്തിൽ സീതാ സാദാ ദിക്കായി ദേത്താ ഹെ, ഒരു നേരെയായി കാണപ്പെടുന്നു. സീതാ സാദാ നേരെ, വളവില്ലാതെ. സീതാ സാദാ, സീത എന്ന് പറയില്ലേ നമ്മൾ കാസർഗോഡ് മലയാളത്തിൽ തന്നെ ചിലപ്പോൾ സീത എന്ന് പറയലുണ്ട്. സീത പോകുന്ന പറയും, സ്ട്രെയിറ്റ് പോകുന്നു. അപ്പോൾ സീതാ സാദാ ദിക്കായി ദേത്താ ഹെ, സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട്, വളരെ സീതയായിട്ട്, വളരെ നേരെയായിട്ട് കാണപ്പെടുന്നു. സീതാ സാദാ നേരെ. ലേക്കിൻ പക്ഷേ അസൽ മേ യേ മച്ഛലി കി താക്ക് മേ ഖടാ രഹ്താ ഹെ, അസൽ മേ യഥാർത്ഥത്തിൽ ഈ പക്ഷി മച്ഛലി കി താക്ക് മേ, മത്സ്യത്തെ അന്വേഷിക്കുന്നതിൽ, താക്കറിനെങ്കിൽ അന്വേഷിക്കുക, നിരീക്ഷിക്കുക. താക്ക് നിരീക്ഷണം, മച്ഛലി മത്സ്യം, താക്ക് നിരീക്ഷണം. മച്ഛലി കി താക്ക് മേ, മത്സ്യത്തെ നിരീക്ഷിക്കുന്നതിൽ ഖടാ രഹ്താ ഹെ, നിന്നിരിക്കുകയാണ്. ഓക്കെ, ശരിക്കും ഇതിനെ കാണുമ്പോൾ ഒന്നുമില്ലാതെ പാവം പോലെ ഇങ്ങനെ നിന്നിട്ടുണ്ടാവും. ശരിക്കും അതെന്താണ്, വളരെ കൃത്യമായി മത്സ്യത്തെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, എവിടെയെങ്കിലും മീനുണ്ടോ കൊത്താനെന്ന്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു വഞ്ചന കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്വഭാവമുള്ള ചില ആളുകളുണ്ടാകും. കാണുമ്പോൾ ഭയങ്കര സ്ഥിരലിട്ട നല്ലൊരാളായിരിക്കും, പക്ഷെ ഉള്ളിൽ ഭയങ്കര സൂത്രങ്ങളും കുതന്ത്രങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ബഗ്ല ഭഗത്ത് എന്ന് പറയാറുണ്ട്. ഓക്കെ, സാർസ് ബി, ഇനി വേറൊരു കൊക്കിനെ കുറിച്ച് പറയുന്നത്. സാർസ് ബഗ്ല അങ്ങനെ പറഞ്ഞില്ല, ഹസ്. അതിൽ സാർസ് ബി സഫേദ് രംഗ് കാ ഹോത്തെ ഹെ. സാർസ് കൊക്കും, ഈ കൊക്കും സഫേദ് രംഗ് കാ ഹോത്താ ഹെ, വെള്ള നിറത്തിൽ തന്നെയാകുന്നു. സഫേദ് വെള്ള നിറത്തിൽ തന്നെയാകുന്നു. ലേക്കിൻ പക്ഷേ ഉസ്കെ ഊപ്പരി ഹിസ്സമേ, അതിൻ്റെ മുകൾ ഭാഗത്ത്, ഹിസ്സമേ ഭാഗത്ത് ലാലി ചമക്തി രഹ്തി ഹെ, ലാലി ഒരു ചുവപ്പ് നിറം, ചമക്തി രഹ്തി ഹെ തിളങ്ങി നിൽക്കുന്നു. ചമക്കിന എന്ന് പറഞ്ഞെങ്കിൽ തിളങ്ങുക, ലാലി ചുവന്ന നിറം, ചമക്തി രഹ്തി ഹെ തിളങ്ങി നിൽക്കുന്നു. उड़ने से पहले उसे भी हवाई जहाज की तरह ज़मीन पर दौड़ना पड़ता है. उड़ने से पहले പറക്കുന്നതിന് മുമ്പ്, ഉടനെ ആണെങ്കിൽ പറക്കുക, ഉടനെ സെ പഹലെ പറക്കുന്നതിന് മുമ്പ്, ഉസെ ഈ പക്ഷിക്ക്, ഈ സാർസ് എന്ന ഈ പക്ഷിക്ക്, ഉസെ ബി ഈ പക്ഷിക്കും, അതായത് ഈ കൊക്കിന് ഹവായ് ജഹാസ് കി തരഹ്, ഹവായ് ജഹാസ് വിമാനം, ഹവായ് ജഹാസ് എയറോപ്ലെയിൻ, ഹവായ് ജഹാസ് കി തരഹ് എയറോപ്ലെയിനെ പോലെ ജമീൻ പർ ദൗഡന പടാ ഹെ, ഭൂമിയിൽ ഓടേണ്ടതുണ്ട്. അപ്പോൾ ഈ പക്ഷിയുടെ പ്രത്യേകത, ഇത് പറക്കുന്നതിന് മുമ്പ്, വിമാനം പറക്കുന്നതിന് മുമ്പ് കുറച്ച് ഇങ്ങനെ റൺവേയിൽ ഇങ്ങനെ ഓടൂലേ, അതേപോലെ ഈ പക്ഷിക്കും പറക്കുന്നതിന് മുമ്പ് കുറച്ച് ഓടേണ്ടതുണ്ട്. ഓക്കെ, ദൗഡന പടത്താ ഹെ, ഓടേണ്ടി വരുന്നു. അവിടെ നോക്കുക, ദൗഡന പട അത് ഒന്നിച്ചുള്ള വെർബാണ്, അതായത് മെയിൻ വെർബും പിന്നെ ഇംദാദി ഫീലും. ഓക്കെ, അപ്പോൾ പഠന ഇംദാദി ഫീലാണ്. ഹസ് ബി സഫേദ് രംഗ് കാ ഖൂബ്സൂറത്ത് പരിന്ദ ഹെ. ഇനി വേറൊരു മൂന്നാമത്തെ ഒരു പക്ഷിനെ പറഞ്ഞിട്ട് ഹസ്, അത് എഴുതുന്ന ഹൻസ് എന്നാണ്, ന്യൂനെല്ലാം ഉണ്ടാവും, പക്ഷെ വായിക്കുന്ന ഹസ്, വായിക്കുമ്പോൾ ന്യൂന് വായിക്കൂല. ഹസ് ബി, ഈ ഹസ് എന്ന പക്ഷിയും, അതായത് ഈ കൊക്കും സഫേദ് രംഗ് കാ ഖൂബ്സൂറത്ത് പരിന്ദ ഹെ, സഫേദ് രംഗ് കാ വെള്ള നിറത്തിലുള്ള
അരയന്നം എന്നൊക്കെ പറയും. അരയന്നം അല്ലേ, അരയന്നം എന്നെല്ലാം കേട്ടില്ലേ, ഹസ് അരയന്നം, മലയാളത്തിൽ അരയന്നം എന്ന് പറയും, ഹസ്. ഹസ്ബി സഫേദ് രംഗ് കാ ഖൂബ്സൂറത്ത് പരിന്ദ ഹെ, ഇതും വെള്ള നിറത്തിലുള്ള വളരെ ഭംഗിയുള്ള പക്ഷിയാകുന്നു. ഖൂബ്സൂറത്ത് ഭംഗിയുള്ള. ജോ ഹമേഷ ജോഡേക്ക് സാത്ത് താലാബ് മേ രഹ്താ ഹെ, ജോ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ജോ എങ്ങനെയുള്ള പക്ഷിയാണ്? ഹമേഷ എല്ലാ സമയത്തും എല്ലായ്പ്പോഴും, ജോഡേക്ക് സാത്ത് ജോഡിയുടെ കൂടെ, ജോഡയായിരുന്നെങ്കിൽ ജോഡി, ജോഡ ജോഡി, ജോഡേക്ക് സാത്ത് അതിൻ്റെ ഒരു ജോഡിയുടെ കൂടെ വേറൊരു പക്ഷിയും കൂടി ഉണ്ടാവും, ജോഡിയുടെ കൂടെ. താലാബ് മേ രഹ്താ ഹെ, താലാബ് കുളം, താലാബ് കുളം, താലാബ് മേ രഹ്താ ഹെ കുളത്തിൽ, രഹ്താ ഹെ താമസിക്കുന്നു. കഹാ ജാത്താ ഹെ കെ യേ മോത്തി ചുഗ്താ ഹെ, കഹാ ജാത്താ ഹെ പറയപ്പെടാറുണ്ട്, കഹാ ജാത്താ ഹെ പറയപ്പെടാറുണ്ട്, കെ എന്തെന്നാൽ, യേ മോത്തി ചുഗ്താ ഹെ ഇത് മുത്തുകളെ കൊത്തുന്ന പക്ഷിയാണ്, വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ട് മുത്തുകളെ കൊത്തിപ്പെറുക്കുന്ന പക്ഷിയാണ് എന്ന് ആളുകളൊക്കെ ഇങ്ങനെ പറയപ്പെടാറുണ്ട്. സത്യാവസ്ഥ അറിയില്ല. മോത്തി അറിഞ്ഞെങ്കിൽ മുത്ത്, മോത്തി മുത്ത്, ചുഗ്താ ഹെ കൊത്തുന്നു, ചുഗ്ന അറിഞ്ഞാൽ കൊത്തുക, മോത്തി ചുഗ്താ ഹെ മുത്തുകളെ കൊത്തുന്നു, ഈ പക്ഷി മുത്തുകളെ കൊത്തുന്ന പക്ഷിയാണ് എന്ന്, മുത്തുകളെ കൊത്തിപ്പെറുക്കുന്ന പക്ഷിയാണ് എന്ന് പറയപ്പെടാറുണ്ട്. കവ് ഇനി അടുത്ത രണ്ട് പക്ഷി, കവ്വ और कोयल दोनों काले होते हैं. कव्वा चालाकी के लिए और कोयल अपनी मीठी आवाज़ के लिए मशहूर है. जब आम के दरख्त पर बूर आता है तब कोयल की कूकू सुनाई देती है. कव्वा बड़ा होता है और कोयल छोटी होती है. നോക്കാം, കവ്വ और कोयल दोनों काले होते हैं. കവ്വ और कोयल, കവ്വ പറഞ്ഞെങ്കിൽ ക്രോ, കാക്ക അല്ലേ, കാക്ക, കാക്കയെ കൂടെ ഇവിടെ കാക്ക. കവ്വ और कोयल दोनों काले होते हैं, കാക്കയും അതേപോലെ കോയൽ കുയില്, കുയില് കോയൽ ദോനോ കാലേ ഹോത്തെ ഹൈ രണ്ടും എന്താണ്? കറുപ്പാകുന്നു. കാലെ കറുത്തത്. കുറേ നിറങ്ങൾ പഠിച്ചു ഈ പാഠത്തിൽ അല്ലേ, സഫേദ്, നീല, പീല, കാല, ഹര, ബര എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ പഠിച്ചു. കവ്വ ചാലാക്കി കെ ലിയെ और कोयल अपनी मीठी आवाज़ के लिए मशहूर है. കവ്വ കാക്ക, ചാലാക്കി കെ ലിയെ തൻ്റെ സൂത്രത്താലും, ചാലാക്കി എന്ന് പറഞ്ഞെങ്കിൽ സൂത്രം, ചാലാക്കി സൂത്രം, ചാലാക്കി സൂത്രം. കവ്വ കാക്ക ചാലാക്കി കെ ലിയെ തൻ്റെ സൂത്രം കാരണത്താലും, और कोयल കുയിൽ अपनी मीठी आवाज़ के लिए തൻ്റെ മധുരിതമായ ശബ്ദം കാരണത്താലും മഷ്ഹൂർ ഹെ പ്രശസ്തമാണ്. മഷ്ഹൂർ പ്രശസ്തം. जब आम के दरख्त पर बोर आता है तब कोयल की कूकू सुनाई देती है. जब आम के दरख्त पर എപ്പോഴാണോ മാങ്ങയുടെ മരത്തിൽ, ദറഖ്ത് മരം, ആം കെ ദറഖ്ത് മാങ്ങയുടെ മരം, മാവ്, ആം കെ ദറഖ്ത് മാവ് മാങ്ങയുടെ മരം അല്ലേ, ആം കെ ദറഖ്ത് പർ മാങ്ങയുടെ മരത്തിൽ ബോർ ആത്താ ഹെ എപ്പോഴാണോ ഇതിനിക്ക് ബോറടിക്കുന്നത്, തബ് അപ്പോൾ കോയൽ കി കൂക്കു സുനായി ദേത്തി ഹെ എന്താവുന്നുണ്ട്? കുയിലിൻ്റെ കൂക്കു എന്ന ശബ്ദം കേൾക്കപ്പെടുന്നു. കവ്വ ബഡാ ഹോത്താ ഹെ കാക്ക അല്പം വലുതാകുന്നു. और കോയൽ ചോട്ടി ഹോത്തി ഹെ കുയിലാണെങ്കിൽ വളരെ ചെറുതുമാകുന്നു. പരിന്ദെ ഹമാരെ ലിയെ ബഹുത്ത് ഫായിദേമന്ത് ഹൈ. ഖുദ്രത്തിനെ പരിന്ദെ പക്ഷികൾ ഹമാരെ ലിയെ നമുക്ക് വേണ്ടി ബഹുത്ത് ഫായിദേമന്ത് ഹൈ വളരെ ഉപകാരമുള്ളവരാകുന്നു. ഖുദ്രത്തിനെ അല്ലാഹു തആല, ഖുദ്രത്ത് കൊണ്ട് ഉദ്ദേശം അല്ലാഹു തആല, ഖുദ്രത്തിനെ അല്ലാഹു തആല ഉൻകാ ജിസ്ം ഐസ ബനായാ ഹെ അതിൻ്റെ തടിയെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ജിസ്സെ അതിൽ നിന്ന്, വോ ആസാനിസെ ഉഡ് സക്തേ ഹൈ അതിന് പെട്ടെന്ന് പറക്കാൻ പറ്റുന്നു. ആസാനിസെ എന്ന് പറഞ്ഞെങ്കിൽ എളുപ്പത്തിൽ, പെട്ടെന്ന്, എളുപ്പത്തിൽ, ആസാനിസെ എളുപ്പത്തിൽ. ഖുദ്രത്തിനെ, ഖുദ്രത്ത് കൊണ്ട് ഉദ്ദേശം അല്ലാഹു, ഖുദ്രത്തിനെ അല്ലാഹു ഉൻകാ ജിസ്ം അതിൻ്റെ തടികൾ, അവയുടെ തടികൾ ഐസ ബനായാ ഹൈ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ജിസ്സെ ആ തടിയിൽ നിന്ന്, ആ തടി കാരണത്താൽ, വോ ആ പക്ഷികൾ ആസാനിസെ വളരെ എളുപ്പത്തിൽ ഉഡ് സക്തേ ഹൈ പറക്കാൻ സാധിക്കും. ആ രീതിയിൽ അള്ളാഹു ആക്കിയിട്ടുണ്ട്. ये छोटे छोटे कीड़े मकूड़े काकर फसल की हिफाजत करते हैं. ഈ പക്ഷികൾ ചോട്ടെ ചോട്ടെ കീടെ മക്കൂടെ കാക്കർ ചെറിയ ചെറിയ കീടങ്ങളെ കാക്കർ ഭക്ഷിച്ചിട്ട്
കീടെ മക്കൂടെ പറഞ്ഞെങ്കിൽ കീടങ്ങൾ, കീടെ മക്കൂടെ കീടങ്ങൾ, കീടെ മക്കൂടെ കീടങ്ങൾ, പുഴുക്കൾ, പുഴുക്കൾ കീടങ്ങൾ. കാക്കർ അതിനെ ഭക്ഷിച്ചിട്ട്, കാന കാക്കർ ഭക്ഷിച്ചിട്ട്, ഫസുൽ കി ഞങ്ങളെ ധാന്യവിളകളെ ഫസുൽ കി ഹിഫാസത്ത് കർത്തേ ഹെ സംരക്ഷിക്കുന്നു. ഹിഫാസത്ത് കർണ സംരക്ഷിക്കുക, ഹിഫാസത്ത് കർണ സംരക്ഷിക്കുക, ഹിഫാസത്ത് കർണ സംരക്ഷിക്കുക. ഫസുൽ പറഞ്ഞെങ്കിൽ വിള, വിള വിളകൾ, വിള വിള നമ്മളെ പാടത്തുനിന്ന് എടുക്കുന്ന വിള ഉണ്ടാവില്ലേ, അരിയും സാധനങ്ങളെല്ലാം, അതന്നെ വിളകളെ സംരക്ഷിക്കുന്നു. कुछ परिंदे मरे हुए जानवरों का गोश्त खाकर हवा को गंदा होने से बचाते हैं. कुछ परिंदे ചില പക്ഷികൾ മറേ ഹുയെ ജാൻവറോं का മരിച്ചുപോയ മൃഗങ്ങളുടെ ഗോസ്ത് കാക്കർ മാംസം ഭക്ഷിച്ചിട്ട്, ഗോസ്ത് മാംസം, ജാൻവർ മൃഗം അറിയുമല്ലോ, ഗോസ്ത് മാംസം, ഗോസ്ത് കാക്കർ മാംസം ഭക്ഷിച്ചിട്ട്, ഹവാക്കോ ഗന്ധാ ഹോനെ സെ ഹവാക്കോ വായുവിനെ, ഗന്ധാ ഹോനെ സെ മലിനമാവുന്നതിൽ നിന്ന്, ദുർഗന്ധമുണ്ടാവുന്നതിൽ നിന്ന്, ഗന്ധാഹോന ദുർഗന്ധമുണ്ടാവുക, ഗന്ധാഹോന ദുർഗന്ധമുണ്ടാവുക, ഗന്ധാഹോനേസെ ദുർഗന്ധം ഉണ്ടാകുന്നതിൽ നിന്ന്, ബച്ചാത്തെ ഹൈ രക്ഷിക്കുന്നു, ബച്ചാത്തെ ഹൈ രക്ഷിക്കുന്നു, ബച്ചാന രക്ഷിക്കുക. ഉന്മേ ഗിദ് സബ്സെ അഹം ഹെ. ഉന്മേം അത്തരം പക്ഷികളിൽ, ശവങ്ങളെ ഭക്ഷിക്കുന്ന കൂട്ടത്തിൽ, ഗിദ പറഞ്ഞെങ്കിൽ കഴുകൻ, വൾച്ചോർ, സബ്സെ അഹം ഹെ അത് വളരെ പ്രധാനപ്പെട്ടതാകുന്നു, അഹം പ്രധാനപ്പെട്ടത്. ഗിദ് കി ഉംർ ബഹുത് തവീൽ ഹോത്തി ഹെ. ഈ ഗിദിൻ്റെ ഈ വൾച്ചറിൻ്റെ ഈ കഴുകൻ്റെ ഉംർ ആയുസ് ബഹുത് തവീൽ ഹോത്തി ഹെ വളരെ നീണ്ടതാകുന്നു. അബ് ഉസ്കി നസ്ൽ ഖത്തം ഹോത്തി ജാ രഹി ഹെ. പക്ഷെ ഇപ്പോൾ അതിൻ്റെ സന്തതികളൊക്കെ, അതിൻ്റെ കുടുംബക്കാർ, ഈ പരുന്തിൻ്റെ, ഈ കഴുകൻ്റെ നസ്ൽ സന്താനങ്ങൾ, ഖത്തം അല്ലെങ്കിൽ അതിൻ്റെ വർഗം, നസ്ൽ വർഗം, ഖത്തം ഹോത്തി ജാ രഹി ഹെ തീർന്നുകൊണ്ടിരിക്കുന്നു, അത് വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു, തീർന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്ര മതി, ബാക്കി ഇൻഷാ അല്ലാഹ് നാളെ എടുക്കുക. അപ്പോൾ എല്ലാവരും അർത്ഥം എഴുതി അയച്ചു തരിക. ഓക്കെ, അസ്സലാമു അലൈക്കും.